കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ഒരു വീഡിയോയുടെ പാർട്ട് 3 പോർഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14, ഇങ്ങനെ 42 തലമുറയുടെ ചരിത്രമാണ് നാം പഠിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ് നാം ചിന്ത ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് പാർട്ട് 3 ഇപ്പോൾ എടുക്കുന്നത്. അബ്രഹാമിൻ്റെ പുത്രൻ യേശുക്രിസ്തു, അഥവാ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തു, 3-ാമത്തെ പോർഷൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണവും ഉയർത്തെഴുന്നേൽപ്പും മേഘപ്രത്യക്ഷതയിൽ വരുന്നത്, തുടർന്ന് താൻ രാജാവായി 1000 വർഷം ഭരിക്കുവാൻ വരുന്നതും, നിത്യതയോളം നിത്യനിത്യ യുഗായുഗം ദൈവത്തോടൊരുമിച്ച് മനുഷ്യർക്ക് വസിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്യന്തികമായ ഒരു പദ്ധതിയാണ് ദൈവം മനുഷ്യാവതാരമെടുത്ത്, മനുഷ്യ സാദൃശ്യത്തിനായി പുത്രത്വമെടുത്ത്, അഥവാ പുത്രശരീരമെടുത്ത്, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകയാൽ താനും ജഡരക്തങ്ങളോട് കൂടിയവരാകുകയാൽ താണഭൂമിയിൽ ഇറങ്ങി വന്ന് മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് പഠിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന, മാനവരാശിക്ക് ഒരുക്കിയിരിക്കുന്ന പാപപരിഹാരവും വീണ്ടെടുപ്പും നിത്യതയും പുനരുദ്ധാന ശരീരവും തുടർന്നുള്ള നിത്യജീവനുമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന വിലയേറിയ പദ്ധതി. അതിനായി കന്യകയിൽ ഭൂജാതനായി സ്വർഗഗേഹം വിട്ടിറങ്ങി താൻ ദൈവത്തോടുള്ള സദൃശ്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നുവെന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കും. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം തന്നെ സകല നാമത്തിനും മേലായ നാമം ധരിപ്പിച്ച് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലക്കുകയും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും സകലനാമവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ ദൈവം ഒരുക്കിയ മാനവരാശിയുടെ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടിയിട്ട് പുത്രശരീരമെടുത്ത് ദൈവത്വം മാറ്റിവെച്ച് പുത്രനായി ദാസരൂപമെടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ സർവശക്തനായ ദൈവത്തിന് മനുഷ്യനോട് തോന്നിയ ആ സ്നേഹം, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ ആത്യന്തികമായ അഗാപ്പെ സ്നേഹം നാം അത് കാണാതെ, മാനവരാശി മനുഷ്യരത് കാണാതെ ദൈവത്തിൽ നിന്നകന്ന് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ, ലോകത്തിൻ്റെ ഇസങ്ങളിൽ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു, ഇപ്പോഴുള്ള എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചുകൊണ്ട് ദൈവം നമ്മോട് മനസ്സലിവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ ദീർഘക്ഷമ,
ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യനിത് കാണാതെയാണ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷകരമായ ഈ പദ്ധതി, പുതിയ നിയമത്തിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത്, പുതിയ നിയമത്തിൻ്റെ രക്തം യേശുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി മാനവരാശിക്ക് വേണ്ടി മോചനദ്രവ്യം കൊടുത്ത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയേറിയ രക്തം കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം പുത്രത്വമെടുത്ത് ഈ താണഭൂമിയിൽ വന്ന് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി കുരിശിൽ അവസാനത്തുള്ള രക്തം വരെയും താൻ ഊറ്റിക്കൊടുത്തുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. തൻ്റെ ശരീരത്തിലേറ്റ ഓരോ അടിയും, ഓരോ മുറിവുകളും, ഓരോ പീഡനങ്ങളും, താൻ അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് നമ്മോട് തോന്നിയ സ്നേഹം, ഇത്ര വലിയ സ്നേഹം നാം ഗണ്യമാക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും നിത്യനരകത്തിൽ നിന്ന്? അതുകൊണ്ട് നിത്യനരകത്തെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ എടുക്കണമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. കാരണം ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യനരകം അത് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതല്ല, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. അവിടെ ഒരു മനുഷ്യൻ പോലും, തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ പോലും നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചുകൊണ്ട് ദൈവം വേഗത്തിൽ തൻ്റെ വചനം, സുവിശേഷം ലോകത്തിലാകമാനം എല്ലാ രീതിയിലും, എല്ലാ അർത്ഥത്തിലും, എല്ലാ മാധ്യമങ്ങളിലൂടെയും ദൈവം ഇത് വിളിച്ചറിയിക്കുവാൻ പാപികളായിരുന്ന നമ്മെ തേടി വന്ന് നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാവങ്ങളെ പോക്കി നമ്മെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് തേജസ്സിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്രകാരമായ രക്ഷാകരമായ പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനാൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളാക്കി തീരണമെന്ന് ദൈവം നമുക്ക് വേണ്ടി പദ്ധതികളെ ഒരുക്കിയിരിക്കുന്നു. അതിനാൽ എല്ലാവരെയും ഞാൻ രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ, ദൈവത്തോടൊരുമിച്ച് ജീവിക്കുവാൻ ക്ഷണിക്കുന്നു. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ആമേൻ.